ഇതിന്റെ ഈ മാംസള ഭാഗം ഇത് ജെല്ലി കഴിക്കാൻ പോവുകയാണ് ഞാൻ. കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ പഴം ആദ്യം ഇട്ടു. ഇപ്പൊ നമ്മൾ അലോവേര. ഇത് എത്ര എണ്ണത്തിന്റെ ആണെന്നറിയാവോ ഈ പറയണ ഈ ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ അല്ലേ? ഇത് ഒരു ഔഷധ പഴമാണ്, ചെങ്കദളിപ്പഴം അല്ലേ? അതെ അതെ. ഇത് ചെറിയ സംഭവം അല്ലാട്ടോ ഒഴിക്കുന്നത്, ഒരുപാട് രോഗങ്ങൾക്ക് ഉള്ള അടിപൊളി സാധനമാണ് അല്ലേ? അതെ. ചേച്ചി സംഭവം എന്താണോ രാവിലെ പരിപാടി? അതെ സാർ, നമ്മളിപ്പോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള, അതായത് അലോവേര, കറ്റാർവാഴ അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഇല്ല. അപ്പൊ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ അലോവേരയുടെ പൾപ്പിൽ നിന്ന് ഒരു ജാം തയ്യാറാക്കാൻ പോവുകയാണ്. അലോവേരയുടെ പൾപ്പ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളിതാ ഒരു കഷ്ണം നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അതിനെ രണ്ട് ഭാഗത്തുനിന്നും ഇതിനെ ഒന്ന് കട്ട് ചെയ്തു, തൊലി അങ്ങ് കളയും. ഇതിന്റെ ഈ മാംസള ഭാഗം ഇത് ജെല്ലി കഴിക്കാൻ പോവുകയാണ് ഞാൻ. കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ഇത് ആ കറ മാത്രം കളഞ്ഞാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലോവേരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മുഖ സൗന്ദര്യത്തിനായിരുന്നാലും ശരീര സൗന്ദര്യത്തിനായിരുന്നാലും ലിവർ കംപ്ലൈന്റിനായിരുന്നാലും, ഒരു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ 100-ൽ 70% നമ്മൾ ഈ ഒരു കഷ്ണം അലോവേര കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാറി കിട്ടും. തീർച്ചയായിട്ടും ഒരു രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ അലോവേര എടുക്കാൻ പോവുകയാണ്. ഇത് എടുത്ത് നമ്മൾ ഇത് ജാം ആക്കാൻ പോവുകയാണ്. ഇത് ഉണ്ടാക്കുന്ന കണ്ടു. അതിന്റെ ഇത് മാത്രമല്ല, ഇതിനകത്ത് കുറെ മറ്റു ഐറ്റംസ് ഉണ്ട് ചേർന്നല്ലേ? ചെങ്കദളി പഴമാണ് ഇതിനകത്ത് ചേരുന്നത്. ഇത് ഔഷധ ഗുണമുള്ളതാണ്. ആ ഔഷധവും ഈ ഇതും കൂടെ ചേരുമ്പോ നമുക്ക് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ജാം. അടിപൊളി പോഷക സമൃദ്ധമായ ഒരു ജാം ഉണ്ടാക്കാൻ പോയി. അപ്പൊ നമുക്ക് നേരെ ആ ജാമിലേക്ക് പോകാം. ചേച്ചി, ഈ സംഭവം ഇതാണോ നമ്മൾ പറഞ്ഞ ചെങ്കദളി പഴം? അതെ സാർ, ഇത് നമ്മളിപ്പോ ഈ അലോവേരയിൽ ചേർക്കുന്നത് ഈ ചെങ്കദളിയുടെ പഴമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ഔഷധ പഴമാണ്, ചെങ്കദളിപ്പഴം അല്ലേ? അതെ അതെ. ഇതിന്റെ കളർ ഇതാണല്ലേ? അതെ, നല്ല വെയിറ്റും ഉണ്ടല്ലേ ഇത്? അതെ അതെ. ഈ പഴത്തിന് ഇതിന്റെ ഗുണം എന്താ? ഈ പഴത്തിന്റെ ഇത് നമുക്ക് നല്ല ആരോഗ്യത്തിനും നമ്മുടെ വയറ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അത് വരാതെ നോക്കുന്നതിനോ നമ്മൾ ചെങ്കദളിയുടെ ഈ പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഔഷധ പഴം ആയതുകൊണ്ടാണ് നമ്മൾ ഈ അലോവേര ജാമില് ഇത് തന്നെ പഴുത്തതാണോ അതോ? അതായത് ഒരു പൾപ്പ് എടുക്കുന്ന രീതിയിൽ വലിയ പഴുത്ത് ഒലയാനും പാടില്ല, എന്നാൽ ഒട്ട് പഴുക്കാതിരിക്കാനും പാടില്ല. ഇതാണ് പരുവം അല്ലേ? അതെ അതെ. ഓ, ആ പരുവത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണല്ലോ പൾപ്പ് എടുക്കുന്നത് അല്ലേ? അതിന്റെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ഇത് ഫുള്ള് പൾപ്പാണല്ലേ? അതെ അതെ. ഇത് നമ്മള് ഏകദേശം 2 മണിക്കൂറോളം ഇതിൽ നമ്മൾ ഈ പൾപ്പ് വെള്ളത്തിലിട്ടേക്കും. വെള്ളത്തിലിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കറയുണ്ട്. ആ കറ നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇത് വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇപ്പൊ വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ചന്ദന എന്നാണ് പേര്. അപ്പോൾ ആ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ഓരോരോ പ്രോഡക്ട്സുകൾ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹാരം കാണുന്നതിനും മരുന്ന് നിർദ്ദേശിക്കുന്നതിനും നമ്മുടെ ഡോക്ടർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അടുത്ത ഘട്ടം അല്ലേ? അതെ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ എന്താണ്? ഈ പഴവും അലോവേരയുടെ ആ ജെല്ലും കൂടെ നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ പഴം ആദ്യം ഇട്ടു. ഇപ്പൊ നമ്മൾ അലോവേര. ഇത് എത്ര എണ്ണത്തിന്റെ ആണെന്നറിയാവോ ഈ പറയണ ഈ ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ അല്ലേ? ഓക്കെ. ഇത് രണ്ടും നമ്മള് ഇപ്പൊ ഇത് ഒറ്റടിക്ക് പോവോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പഴം നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ അരയ്ക്കാൻ പോയി കേട്ടാ. ഇത് രണ്ടും അരച്ച് ഇങ്ങനെ രണ്ടും ഒരുമിച്ച് അരക്കുന്ന എന്തിനാ? മിക്സ് ആകാൻ വേണ്ടിട്ടാണ്. മിക്സ് ആയി കിട്ടും അല്ലേ? മിക്സ് ആയിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഓക്കെ. അപ്പൊ നമ്മളിതേ പനം കൽക്കണ്ട നമ്മള് പാനിയാക്കാൻ പോയി കേട്ടാ. ഇവിടെ കിടന്നിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ടല്ലേ നമുക്ക് പാനിയായിട്ട് കിട്ടും. നമ്മള് നേരത്തെ ഇട്ട പനം കൽക്കണ്ടം നമ്മള് നല്ല എന്താ പറയാ പാനി രൂപത്തിലായി അല്ലെ? നമ്മൾ ഒന്നരച്ച് രണ്ടാമത് വീണ്ടും അല്ലെ? ഇനി നമ്മൾ എന്താ സംഭവം ചെയ്യണത്? നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന അലോവേരയുടെ പൾപ്പും പഴവും കൂടെ അരിച്ചു വെച്ചേക്കുന്നതിനെടുത്ത് ഇതിന്റെ അത്ര ആഡ് ചെയ്യും അല്ലെ? ഇത് ചെറിയ സംഭവം അല്ലാട്ടോ ഒഴിക്കുന്നത്, ഒരുപാട് രോഗങ്ങൾക്ക് ഉള്ള അടിപൊളി സാധനമാണ് അല്ലേ ഈ അലോവേര എന്നത്? ഒരു ശരീരത്തിന് വേണ്ടതെല്ലാം, എല്ലാ പോഷകാംശങ്ങളും നമ്മൾ ഇഞ്ചി അച്ചാർ കഴിക്കുന്നത് പോലെയാണ്. 100 കറിക്ക് ഒരു ഇഞ്ചി അച്ചാർ എന്ന് പറയുന്നത് പോലെയാണ് 100 രോഗങ്ങൾക്ക് ഒരു. അതെ,
ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും അസുഖങ്ങൾ കുറഞ്ഞിരിക്കണം എന്നാണ് സാർ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെ കൊച്ചിലേ തന്നെ അവർക്ക് വേണ്ടത് അല്ലെ. ഇന്നത്തെ പിള്ളേരൊക്കെ ജങ്ക് ഫുഡിന്റെ പുറകെയാണ്. അവിടെയാണ് നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗത ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് ജാമിന് ഒരു ചെറിയതായിട്ടൊരു പുളി ഉണ്ടാവണം. അപ്പൊ നമ്മളത് നാരങ്ങ നീരിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വൈറ്റമിൻസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കുകയും ചെയ്യാം. ഒരു സാധനവും ഇല്ല, ഒന്നുമില്ല, നാച്ചുറൽ അല്ലേ. ഇനി ഇവിടെ ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കുമ്പോൾ ഇത് ഏത് നിറത്തിലെത്തും? ബ്രൗൺ കളർ, നല്ല ബ്രൗൺ കളറിലെത്തും. ഇതിൽ വേറെ നമ്മൾ കളർ ചേർക്കുന്നില്ല സാർ, അതുകൊണ്ട് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടുള്ളൂ. ഒരു പൈനാപ്പിളിന്റെ ഒക്കെ സ്മെല്ല് വരാൻ തുടങ്ങി അല്ലേ, നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയത്. ഏകദേശം നിറം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് നിറത്തിലാവണമെന്ന് വെച്ചാൽ ഇനിയും ഒരു 2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ നിറത്തിലേക്ക് നമ്മുടെ ഏത് ജാമാണോ ആ ജാമിന്റെ നിറത്തിലേക്ക് സംഭവം മാറും. പറയാം, ടേസ്റ്റ് പറയാവേ. നല്ലതാണ്, അടിപൊളി കേട്ടോ. അപ്പൊ ഇത് വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ വേൾഡ് അല്ലേ, അതെ, ഓൾ വേൾഡ് എവിടെ വേണമെങ്കിലും അയച്ചു തരും. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, ഇവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് എങ്ങനെ പേരുന്ന www.ayuraj.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് താഴത്ത് കാണിക്കുന്ന അവരുടെ വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ ആമസോണിലുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ എവിടെ അയച്ചു തരും. അപ്പൊ അടിപൊളിയാണ്. ഇത് കൂടാതെ 2 പ്രൊഡക്റ്റും കൂടി ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്രൊഡക്റ്റ്. കണ്ട ഇവിടെ ഇരിക്കുന്നതൊക്കെ കുറച്ച് പച്ച മരുന്നുകളാണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊക്കെ വീട്ടിലെ കാണാറുണ്ട്. ഇത് പേരിന് മുക്കൂറ്റിയാണ്. അതായത് നമ്മൾ മുക്കൂറ്റി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള സാധനം മുക്കൂറ്റി. ഇത് ചെറുളയാണ്. അതുപോലെ തന്നെ ഇത് മലതാങ്ങി എന്ന് പറയുന്നതാണ്. മലതാങ്ങി നമ്മുടെ ശരീരത്തിന്റെ ശരീരബലം കൂട്ടുന്നതിനുള്ള സാധനമാണ്. അതെ, നടുവേദനയൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ലതാണ് മലതാങ്ങി. ഇവിടെ ഇത് കാരയിലയാണ്. കാരയില, അതായത് എല്ലാം ഒന്നിനൊന്നിന് ഗുണമുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇതൊന്നും നമ്മൾക്ക് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കി കഴിക്കാനും നമുക്ക് സമയമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ദേ ഈ ഇരിക്കുന്ന 2 പ്രൊഡക്റ്റുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന പച്ചിലക്കൂട്ടെന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്? ആക്ച്വലി നമ്മുടെ ശരീരം വീക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ മിഥുനം കർക്കിടകം മാസം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇത് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് പച്ചിലകളെല്ലാം പണ്ടുള്ളവർ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ആരോഗ്യം ഇന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്നതിനും ഏറ്റവും നല്ലതാണിത്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഇനി രോഗങ്ങളൊന്നും വരാതെ നോക്കുന്നതിനും ഇത്തരം പച്ചിലകൾ ചേർത്തിട്ടുള്ള ഈ കൂട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ സാധനമാണ് ആടലോടക കൂട്ട്. ഈ സംഭവം എന്തിനുള്ളതാണ്? ഇത് നമുക്ക് നല്ല ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. ഒരു 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാവും. അലോവേരയുടെ ജാമിന് 350 ഗ്രാമിന് 380 രൂപയാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമ്മൾ വാങ്ങുന്നത്. ഈ പച്ചിലക്കൂട്ടിന് 250 ഗ്രാം ആണ്. ഇതിന് 300 രൂപയാണ് റേറ്റ്. ഈ ആടലോടൊക്കെ കൂട്ടിന് 150 ഗ്രാമിന് 200 രൂപ. നീ വില പറഞ്ഞില്ലെന്ന് വേണ്ട, ക്ലാരിറ്റി ആയിട്ട് വില പറയുന്നുണ്ട്. വേണ്ടവർ താഴെ നമ്പറിൽ വിളിക്കുക, ഇവരെവിടെ അയച്ചു തരും. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഇതേപോലെ പച്ചിലയും ഒക്കെ ആയിട്ട്. ബൈ ബൈ.